ഗൈസ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് വിത്ത് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ അതൊക്കെ കമന്റ് സെക്ഷനിൽ വന്ന് മെൻഷൻ ചെയ്യാനും വീഡിയോക്ക് മാക്സിമം ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ എന്തായാലും തോന്നും. അപ്പോൾ അങ്ങനെ ഈ ഇൻഫർമേഷൻ കുറേ ആൾക്കാർക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ 100% ശ്രമിക്കണം എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവർ മോസ്റ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോ ലൈക്ക് ചെയ്യാൻ സ്കിപ്പ് ആവുന്നതാണ്, അല്ലെങ്കിൽ മറന്നു പോകുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യുക, വീഡിയോ കാണാൻ തുടങ്ങുക. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത, അതുപോലെ തന്നെ കുറേ ആൾക്കാർക്ക് ഈ മീം പാഡ് എന്താ ചെയ്യേണ്ടത്, ഇത് എനിക്ക് വന്നല്ലോ, എന്താണ് അതിൽ എന്ത് കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കുറേ ഡൗട്ടുകളുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർക്ക് ഈ മീം പാഡ് ഇപ്പോഴും റിഫ്ലക്റ്റ് ആയിട്ടില്ല. അപ്പോൾ ഒരു 89% ആൾക്കാർക്കാണ് റിഫ്ലക്റ്റ് ആയിട്ടുള്ളത്. എല്ലാവർക്കും വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും ക്ഷമയോടെ തന്നെ ഇരിക്കും. അപ്പോൾ മീം പാഡ് വന്നിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ അതിൽ എങ്ങനെയാണ് ഒരു മീം കോയിൻ ലോഞ്ച് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതേപോലെ തന്നെ ടെലിഗ്രാം ചാനലിലും എല്ലാവരും ജോയിൻ ആവുക. ജോയിൻ ആയെന്ന് പറഞ്ഞാൽ പുതിയ പുതിയ അപ്ഡേറ്റുകളൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ടൈം പീരീഡ് ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്താൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ടെലിഗ്രാം ചാനൽ. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ടെലിഗ്രാം ചാനലും എല്ലാവരും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് മീം പാഡിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ബ്ലം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തതിൻ്റെ ഏറ്റവും സെൻറ്ററിലാണ് മീം പാഡ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, വിത്തിൻ സെക്കൻഡ്സ് ഒരുപാട് ടോക്കൺസ് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് നോക്കിയെന്ന് പറഞ്ഞാൽ താഴെ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. മീമിഫൈ എന്ന് പറഞ്ഞൊരു ടോക്കൺ, അതേപോലെ തന്നെ ARNI എന്ന് പറഞ്ഞൊരു ടോക്കൺ, KVS എന്ന് പറഞ്ഞൊരു ടോക്കൺ, ഏതൊരു പേരിൽ വേണമെങ്കിൽ നമുക്ക് എന്തുണ്ടാക്കാം, നമുക്ക് ടോക്കൺ ഉണ്ടാക്കാം. അപ്പോൾ അതിനെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ലോഞ്ച് ടോക്കൺ എന്നുള്ളൊരു ഓപ്ഷനിൽ നിങ്ങൾ എല്ലാവരും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇമേജ് കൊടുക്കണം, ഐക്കൺ കൊടുക്കണം. നെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോക്കൺ നമ്മൾ എന്ത് നെയിമാണോ കൊടുക്കുന്നത് അത് കൊടുക്കുക. ടിക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഷോർട്ടാണ്. ഇപ്പോൾ നമ്മുടെ ഈ എക്സംപയർ ഒക്കെ എടുക്കുമ്പോൾ എക്സ് ആണല്ലോ അതിൻ്റെ ടോക്കൺ, പിഗി എടുക്കുമ്പോൾ PGC ആണല്ലോ അതിൻ്റെ ടിക്കർ. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ടിക്കർ എന്നുള്ള ഒരു ഭാഗത്ത് കൊടുക്കേണ്ടത്. ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് എന്തും കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാനൊരു ഐക്കൺ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഇമേജ് ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ മീമിഫൈൻ്റെ ഇമേജ് തന്നെയാണ്. മീമിഫൈ ടോക്കൺ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ഞാൻ അതിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഫുൾ നെയിം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ മീമിഫൈ തന്നെയാണ് കൊടുക്കുന്നത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ മീമിഫൈ എന്നുള്ളൊരു പോപ്പുലർ ടോക്കൺ ആണല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒന്ന് ചെയ്തു തരണം. കുറേ ആൾക്കാർ അതിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രേഡ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ടിക്കർ എന്ന് കൊടുക്കുമ്പോൾ ഞാൻ അവിടെയും മീമിഫൈ എന്ന് മാത്രമാണ് കൊടുക്കുന്നത്, വേറെ ഒന്നും കൊടുക്കുന്നില്ല. എൻ്റെ ചാനലിൻ്റെ പേരിലാണ് ഒരു ടോക്കൺ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചത്, പക്ഷേ കാര്യമില്ല, നമുക്ക് മീമിഫൈൻ്റെ പേരിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഒരു എൻ്റെ ചാനലിൽ ഉണ്ടാക്കുന്ന കോയിനായ കാരണം കോയിൻ ഫ്രം റിയൽ ടോക്ക് വിത്ത് സുമിത് എന്ന് മാത്രമാണ് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എന്ത് നോക്കാം, ഇത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ കോയിൻ ട്രേഡ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ എല്ലാവരും ഡിസ്ക്രിപ്ഷനും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട്. കണ്ടിന്യൂ കൊടുത്തു പറഞ്ഞാൽ ബാനർ പറഞ്ഞാൽ എന്താണ്, പോസ്റ്റർ. ഒരു പോസ്റ്റർ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ, നമ്മുടെ ടോക്കണിൽ ക്ലിക്ക് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ പോസ്റ്ററിൽ ബാഗിൽ അവിടെ കാണണ്ടേ. അപ്പോൾ ഞാൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ മീംഫൈൻ്റെ ഇത് തന്നെയാണ് ഞാൻ അവിടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ടെലിഗ്രാം ചാനൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, ഇല്ലെങ്കിൽ എന്താണ് ട്വിറ്റർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ ടെലിഗ്രാം ചാനലൊന്നും ഇല്ല, എന്നാലും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നിവിടെ ടെലിഗ്രാം ചാനൽ സ്വയം ഉണ്ട്, ഈ കോയിൻ ഒരു ടെലിഗ്രാം ചാനലില്ല. അപ്പോൾ ഞാനിവിടെ റിയൽ ടോക്ക് വിത്ത് സുമിത് എന്നുള്ളൊരു ചാനൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അങ്ങനെ ഒരു ചാനൽ ക്രിയേറ്റ് ആയി കിട്ടും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ റിയൽ ടോക്ക് വിത്ത് സുമിത് മീമി5 എന്ന് പറഞ്ഞിട്ട് ഒരു ടെലിഗ്രാം ചാനൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തത് അവിടെ പറഞ്ഞിട്ടുള്ളത് NSFW. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നോട്ട് സേഫ് ഫോർ വർക്ക്, അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർ നമ്മളെ വിശ്വസിച്ചിട്ട് നമ്മുടെ കോയിൻ വാങ്ങാനോ ട്രേഡ് ചെയ്യാനോ നിൽക്കുമോ, ഒരിക്കലും ഇല്ല. അപ്പോൾ അത് എനേബിൾ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് റിസ്ക് ഫാക്ടറൊക്കെ എടുത്തിട്ട് എനേബിൾ ചെയ്യണം. ഇപ്പോൾ കുറേ ആൾക്കാരെ പറ്റിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. അപ്പോൾ കൂടുതൽ ആൾക്കാർ അത് ചെയ്യാതിരിക്കുക. എന്തായാലും കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്താൽ നമുക്ക് ഇവിടെ 0.0 ടോണൊക്കെയാണ് അവർ ചാർജ് പറയുന്നത്. ഇതിന് അഡീഷണൽ ഫീ ആയിട്ട് ഒരുപാട് ടോൺ അവർ ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്രത്തോളം ടോൺ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ 0.6 ടോണെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്താലാണ് ഈ ഒരു കോസ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ ടോക്കൺ ലോഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട്. കണ്ടിന്യൂ കൊടുത്തുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻ വരും, മീമിഫൈ എന്നുള്ളൊരു ബാനർ, അതേപോലെ തന്നെ എൻ്റെ ടോക്കൺ, അതേപോലെ തന്നെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ $2.0K എൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. എൻ്റെ കോയിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 0.000 ഒരു 5 പൂജ്യം കഴിഞ്ഞിട്ട് 25456 ഇത്രത്തോളമാണ് എൻ്റെ ഒരു കോയിൻ്റെ പ്രൈസ്. മാക്സിമം സപ്ലൈ എന്ന് പറയുന്നത് 1 ബില്യൺ ആണ്. അവൈലബിൾ ആയിട്ടുള്ളത് 80 സംതിങ് മില്യണൊക്കെയാണ് നമ്മുടെ എന്തുള്ളത്, നമ്മുടെ ടോക്കൺ ഉള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ലോഞ്ച് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ലോഞ്ച് ഓപ്ഷൻ കൊടുത്തുകൊണ്ടാൽ നമുക്കിത് ചാർജ് പേ ചെയ്യേണ്ട ഓപ്ഷനിലേക്കായിരിക്കും പോവുക. നമുക്ക് പോക്കറ്റ് ഫയലൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് മീം പാഡും. നമുക്കിതിൽ എന്താണ്, പെട്ടെന്നൊരു ഈസി വേർഷനാണ്. ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഒന്നും നമുക്ക് ഇന്ന് കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഈ ബ്ലമ്മിൻ്റെ ഇത് എടുത്തു എന്ന് പറഞ്ഞാൽ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു 0.0
0.6 സംതിങ് എങ്കിലും ടോൺ നിങ്ങൾ വെച്ചാലാണ് ഈ ഫസ്റ്റിട്ടുള്ളൊരു നമുക്ക് ഒരു ടോൺ ട്രാൻസിഷൻ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ യു ആൾമോസ്റ്റ് അപ്പോൾ എൻ്റെ ഉള്ള അത്ര ടോണൊക്കെ എൻ്റെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരു 300 രൂപ ഇല്ലെങ്കിൽ 250 രൂപ സംതിങ്ങിൻ്റെ ഇടയിൽ നമുക്കിതിൽ ചാർജ് കൊടുത്താലാണ് നമുക്കൊരു ടോക്കൺ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലോഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാൻസിഷൻ ചെയ്തിട്ടുണ്ട്. ലോഞ്ചിങ് ദ ടോക്കൺ ലോഞ്ച് വിൽ കണ്ടിന്യൂ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്, ഇറ്റ്സ് സേഫ് ടു ക്ലോസ് ദ പേജ്, യു വിൽ ഗെറ്റ് നോട്ടിഫൈ വെൻ ഇറ്റ്സ് റെഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കറക്റ്റായിട്ട് ആ ടോക്കൺ അവിടെ കാര്യങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ടോക്കൺ ഇവിടെ ആൾറെഡി ഇതാവുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മൈ ടോക്കൺ എന്നുള്ളൊരു ഓപ്ഷനിൽ അവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ആഡ് നോ ടോക്കൺ അറ്റ് ബൈ ഓർ ലോഞ്ച് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ടോക്കൺ ലോഞ്ച് ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ലോഞ്ച് ആയി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി ഞാൻ എന്ത് ചെയ്യുക, പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. മോസ്റ്റ്ലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് എന്താണ്, ഇപ്പം തന്നെ വീഡിയോ കഴിയുന്നതിന് മുമ്പ് തന്നെ മീംഫൈ ഈസ് ലൈവ് നൗ ഈസ് ദ റൈറ്റ് ടൈം ടു ടെൽ ദ ഹോൾ വേൾഡ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഞാൻ അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ മീംകോയെ നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ ഇതിൽ ആൾക്കാർ ട്രേഡ് ചെയ്യാനോ ആക്കാനുള്ള കാര്യങ്ങളൊക്കെ വേണ്ടേ. ഞാൻ വിചാരിച്ചു ഇതോടെ തന്നെ വീഡിയോ നിർത്തിയിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യാനാണ്. പക്ഷെ നമുക്കിപ്പോൾ തന്നെ ലൈവായിട്ട് കിട്ടിയ കാരണം നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ പേജിലേക്ക് ഫസ്റ്റ് പോവാം, ഗോ ടു ടോക്കൺ പേജ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പേജും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് കാണാൻ പറ്റും. അപ്പോൾ ആൾറെഡി ഇതിലുള്ളത് നമുക്കിവിടെ ബൈ സെല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ ചാർട്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്, നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഇത്രത്തോളം ടോൺ യൂസ് ചെയ്യാനുണ്ട്. അപ്പം ഇനി നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഈ ടോക്കൺ നമ്മൾ കുറേ പേർക്ക് ഷെയർ ചെയ്തിട്ട് ഈ കാര്യങ്ങൾ എത്തിക്കുക. അവരിത് ബൈ ചെയ്യാനും ട്രേഡ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നെങ്കിൽ ഒരു പ്രോഫിറ്റ് കിട്ടുമായിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഡ്രസ്സ് എ കോയിൻ റിയൽ ടോക്ക് സുമിത്ത്, അപ്പോൾ ഷെയർ ടോക്കൺ ലിങ്ക് അങ്ങനെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇതിൻ്റെ ടോക്കൺ ലിങ്ക് കൊടുക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ചാനലിൽ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് അത് കാണാൻ പറ്റും. എല്ലാവരും ഇതിൽ കയറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ട്രേഡ് ചെയ്യാനും ആക്കാനും ഒക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് ഇതിൽ കയറിയിട്ട് ഇങ്ങനെ ഒരു ടോക്കൺ ഉണ്ടാക്കുക. എന്നിട്ട് കുറേ ആൾക്കാരിനെ കൊണ്ട് ഇത് എത്തിച്ചിട്ട് അവർ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ടോക്കണൊക്കെ ലോഞ്ച് ചെയ്യാൻ ഇല്ലെങ്കിൽ ടോക്കൺ ഈ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഈ മീം ബാറ്റിൽ. അപ്പോൾ ഇത്ര മാത്രമാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ കൂടുതൽ ആൾക്കാർക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ആദ്യം ഒരു ബാനർ ഉണ്ടാക്കുക, 0.6 ടോൺ നിങ്ങളുടെ ബാലൻസ് ആയിട്ട് വെക്കുക, എന്നിട്ട് ടോക്കൺ ലൈവ് ആക്കി കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം ആൾക്കാർക്ക് ഷെയർ ചെയ്യുന്നു, ആൾക്കാർ ബൈ ചെയ്യാനും സെല് ചെയ്യാനും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ മാർക്കറ്റ് ക്യാപ്പും എല്ലാം കൂടും. അങ്ങനെ കൂടുമ്പോൾ നമുക്ക് വല്ല പ്രോഫിറ്റ് ഒക്കെ കിട്ടും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് താഴെ മെൻഷൻ ചെയ്യുക. അതേപോലെ തന്നെ ഇത്ര കാലം സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയുള്ള ഫ്യൂച്ചറിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ റീസെൻ്റ്ലി 5K സബ്സ്ക്രൈബർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ 5K ഒക്കെ ആയത്. അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഇൻഫർമേറ്റീവ് വീഡിയോ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ കുറേ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലൊക്കെ കയറിയിട്ട് അവിടെ ചോദിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗ്രൂപ്പും കൂടി ഉണ്ട്. അവിടെ ചോദിച്ചാൽ നിങ്ങൾക്ക് മാക്സിമം ഞാനല്ലെങ്കിലും എൻ്റെ സബ്സ്ക്രൈബറായ ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ മെമ്പേഴ്സായ ആൾക്കാരായിക്കോട്ടെ ആരെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിനുള്ളൊരു സൊല്യൂഷൻ തരും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.